Good morning to all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് സെക്കൻഡാണ്. സോഷ്യോളജിക്കൽ തിങ്കേഴ്സിൻ്റെ ഫസ്റ്റ് നമുക്ക് മറ്റൊരു ക്ലാസ്സിലുണ്ട്, നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് അതിൽ ആദ്യത്തെ ബ്ലോക്ക്. ഓക്കെ, ഇതിൽ നമുക്ക് പറയാനുള്ളത് സോഷ്യോളജിക്കൽ തിങ്കേഴ്സിൻ്റെ സെക്കൻഡാണ്. അതായത് ഫസ്റ്റിൽ നമ്മൾ കാൾ മാർക്സ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പഠിക്കുന്നത്. പക്ഷേ സെക്കൻഡ് വരുമ്പോഴേക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലെവലിലേക്കാണ് നമ്മുടെ സോഷ്യോളജിയെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് സെക്കൻഡ്, അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫങ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചറാണ്. അതിൽ വരുന്ന ആദ്യ ചാപ്റ്റർ എന്ന് പറയുന്നത് റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷനലിസമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫങ്ഷൻ, സിസ്റ്റം ആൻഡ് സ്ട്രക്ചർ എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രോ ആദ്യം നോക്കാം. സോഷ്യൽ സ്ട്രക്ചർ ഈസ് ദ ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പാറ്റേൺ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻഷിപ്സ് ദാറ്റ് ടുഗദർ കമ്പോസ് സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓർഗനൈസ്ഡ് സെറ്റ് ഓഫ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതൊരു ഫാമിലി ആവാം അല്ലേ, അതുപോലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആൻഡ് പാറ്റേൺ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻഷിപ്സ് അല്ലേ, അതേപോലെ ഇതിപ്പോൾ ഫാമിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അതിൽ ഓരോ വ്യക്തികളും തമ്മിലുള്ള റിലേഷൻഷിപ്സ് അല്ലേ, റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ ഫാദർ, മദർ, പിന്നെ അവരുടെ മക്കളില്ലേ, അതിൽ തന്നെ ബ്രദേഴ്സ് വരുന്നു, സിസ്റ്റേഴ്സ് വരുന്നു, സിബ്ലിങ്സ് വരുന്നു, അങ്ങനെ മീൻസ് അങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് റിലേഷൻഷിപ്പ് ദാറ്റ് എന്താണ് ടുഗദർ കമ്പോസ് സൊസൈറ്റിയിലെ, അതാണ് എന്ത് ഒരു സൊസൈറ്റിയെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ കമ്പോസ് ചെയ്യുന്നത്. ഇനി സോഷ്യൽ സ്ട്രക്ചർ ഈസ് ബോത്ത് എ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻസിലെ, ഇനി അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് എ പ്രൊഡക്റ്റ് ഓഫ് എ സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആൻഡ് ഡയറക്റ്റ്ലി ഡിറ്റർമൈൻസ് ഇറ്റിലെ, അതായത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ്, തന്നെയുമല്ല അതാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ഒരു സോഷ്യൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. ഇനി ഇൻ ദ തിയറി ഓഫ് എ സോഷ്യൽ ആക്ഷന് പാഴ്സൺ ഹാഡ് ഔട്ട്ലൈൻഡ് ആൻഡ് സ്ട്രെസ്ഡ് ദ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി. ഇനി ഇതിൽ ഈ ഒരു തിയറി ഓഫ് സോഷ്യൽ ആക്ഷൻ അത് പാഴ്സണിൻ്റെ തിയറിയാണ്. അതിൽ പാഴ്സൺസ് പറയുന്നത് ഹാർഡ് ഔട്ട്ലൈൻഡ് ആൻഡ് സ്ട്രെസ്ഡ് അല്ലേ, അദ്ദേഹം സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്താണ്? സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ ആസ്പെക്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അല്ലേ, അതായത് മനഃശാസ്ത്രപരമായിട്ടും അതുപോലെ തന്നെ വ്യവഹാരപരമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ തലങ്ങൾ ഏതൊക്കെ തലങ്ങളാണ് അതിനെക്കുറിച്ചിട്ട് ആണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്ലൈൻ ചെയ്ത് പറയുന്നത്. ആര്? നമ്മുടെ പാഴ്സൺസ്. എവിടെ? അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ഷൻ. അത് നമുക്കിതിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഇനി ബട്ട് ദ സെയിം ടൈം ഹി ഹൈലൈറ്റഡ് ദ ഡോമിനൻസ് ഓഫ് ദ സോഷ്യോ കൾച്ചറൽ എലമെന്റ്സ് ഓൺ ദ ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ അല്ലേ. ഇനി അതേ സമയം തന്നെ അല്ലേ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഹൈലൈറ്റ് ദ ഡോമിനൻസ് ഓഫ് ദ സോഷ്യോ കൾച്ചറൽ എലമെന്റ്സ് അല്ലേ, അതായത് അവിടെ ഡോമിനൻ്റ് ആയി വരുന്നത് ആരാണ്? ഈ പറയുന്ന സോഷ്യോ കൾച്ചറൽ എലമെന്റ്സ് ആണ്. ഓൺ ദ ആക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ, എവിടെ? മനുഷ്യൻ്റെ പ്രവൃത്തികളിൽ. ഇനി ഹ്യൂമൻ കൾച്ചർ എന്ന് പറയുന്നത് ഈസ് ജസ്റ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ അണ്ടർലൈയിങ് സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡിലെ. ഇനി ഹ്യൂമൻ കൾച്ചർ, മനുഷ്യൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദ അണ്ടർലൈയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡിലെ, അതായത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ തലങ്ങളിൽ, ആ തലങ്ങളിൽ അതിൻ്റെ സ്ട്രക്ചറിൽ അണ്ടർലൈൻ ചെയ്ത് കിടക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ്, അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഹ്യൂമൻ കൾച്ചർ എന്ന് പറയുന്നത്. ഹ്യൂമൻസ് ആക്ട് ആസ് വി ഡു നോട്ട് ബിക്കോസ് ഓഫ് വേർ വി ലിവ് ഓർ അതർ സോഷ്യൽ ഫാക്ടേഴ്സിലെ, മനുഷ്യൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ആസ് വി ഡു, നമ്മൾ കാണുന്നത് പോലെ, നോട്ട് ബിക്കോസ് ഓഫ് വേർ വി ലിവ് അല്ലേ, നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അത് മാത്രമല്ല അതിൻ്റെ കാരണം, ഓർ അതർ സോഷ്യൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മറ്റുള്ളതോ അല്ല, ബട്ട് ബിക്കോസ് ഓഫ് ദ ആക്ച്വൽ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡിൽ, അത് ശരിക്കും മനുഷ്യ മനസ്സിൻ്റെ ശരിയായ രീതിയിലുള്ള സ്ട്രക്ചറാണ് ശരിക്കും ഒരു ഹ്യൂമൻ കൾച്ചറിന് കാരണം എന്നാണ്, അല്ലെങ്കിൽ അതാണ് ഇതിനകത്ത് ആര് പറയുന്നത്? നമ്മുടെ പാഴ്സൺ പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ഷനിൽ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൽ ഒന്നാമത്തെ ബ്ലോക്കായിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ളത് റാഡ്ക്ലിഫ് ബ്രൗൺ ആണ്, അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് റാഡ്ക്ലിഫ് ബ്രൗൺ, അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം. അത് പറയുന്നതിന് മുന്നേ നമുക്ക് ആരാണ് റാഡ്ക്ലിഫ് ബ്രൗൺ, അതിൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം.